ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 140 ഭാഗം അവതരണം. അത് വിലക്കുകയില്ലല്ലോ. ഒരിക്കൽ ശിവഗിരിയിലെ ശാരദാമഠത്തിന് മുന്നിലായി ഒരു മണ്ഡപം നിർമ്മിച്ചു വരികയായിരുന്നു. മണ്ഡപത്തിന്റെ തൂണുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിന് മുകളിൽ സ്ഥാപിക്കുന്നതിനുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ വാർത്തിട്ട് അക്കാലത്ത് ഇന്ന് കാണുന്നത് പോലെ തൂണുകൾക്ക് മേൽ തട്ടടിച്ച് അതിനുമേൽ കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യുന്ന രീതി നടപ്പിൽ വന്നിരുന്നില്ല. അതുകൊണ്ട് തറനിരപ്പാക്കി ആദ്യം സ്ലാബുകൾ വാർത്തെടുക്കുകയും പിന്നീടത് കയറ്റി തൂണുകളുമായി ബന്ധിപ്പിച്ച് സ്ഥാപിക്കുകയുമായിരുന്നു അന്നത്തെ നിർമ്മാണ രീതി. അത് പ്രകാരം ഒരു ദിവസം നിർമ്മാണ സ്ഥലത്തു നിന്ന് തൊട്ടടുത്തായി വാർത്തിട്ടിരുന്ന സ്ലാബുകൾ മുകളിലേക്കുയർത്തി തൂണുകൾക്ക് മേൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അതിനുവേണ്ട തൊഴിലാളികളും സാമഗ്രികളുമൊക്കെ ശാരദാമഠത്തിൽ വന്നു ചേർന്നു. 3 ഏണികളും കനമുള്ള വടങ്ങളും ഉപയോഗിച്ച് സ്ലാബുകൾ ഉയർത്താൻ ശ്രമമായി. ആ നേരത്ത് ഗുരുദേവൻ പർണശാലയിൽ നിന്നിറങ്ങി ശാരദാമഠത്തിനടുത്തേക്ക് വന്നു. സ്ലാബുകളിൽ വടം ചുറ്റിക്കെട്ടി തൊഴിലാളികൾ ഏണികളിൽ കയറി നിന്ന് അവ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നത് ഏറെ ശ്രമകരവും കഠിനവുമായ പ്രവൃത്തിയായിരുന്നു. എങ്ങനെ വലിക്കണം, കയറ്റണം, ഉന്തണം എന്നൊക്കെ തൊഴിലാളികളും കോൺട്രാക്ടറും തമ്മിൽ പല വിധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കെ തൊഴിലാളികൾ കയറി നിന്നിരുന്ന ഒരു ഏണിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഗുരുദേവൻ അവർക്കൊരു മുന്നറിയിപ്പ് നൽകി. അത് വിലക്കുകയില്ലല്ലോ. അപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞു, സ്വാമി, ആ ഏണി ഈ അടുത്ത സമയത്തുണ്ടാക്കിയതാണ്. അതിന് മറ്റുള്ളവയേക്കാൾ ബലമുണ്ട്. അതുകൊണ്ട് തകരാറൊന്നും വരികയില്ല. കോൺട്രാക്ടറുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികൾ വീണ്ടും സ്ലാബുകൾ വലിച്ച് മുകളിലേക്ക് കയറ്റുന്നതിൽ വ്യാപൃതരായി. അത് മണ്ഡപത്തിന്റെ കൽത്തൂണിന് ഏതാണ്ട് പകുതിക്ക് മേലെ എത്തിയപ്പോൾ ഒരു വലിയ ശബ്ദത്തോടെ ഗുരുദേവൻ വിലക്കുകയില്ലെന്ന് പറഞ്ഞ ഏണി മധ്യത്ത് വെച്ച് ഒടിഞ്ഞു വീണു. വടത്താൽ ചുറ്റിക്കെട്ടിയിരുന്ന സ്ലാബ് നിലം പൊത്തി. അവിടമാകെ മണ്ണും പൊടിയുമായി. നിലത്ത് വീണുപോയ തൊഴിലാളികൾ പരിഭ്രമത്തോടെ നിലവിളിച്ചു. മഠത്തിലെ അന്തേവാസികളും മറ്റും ഓടിക്കൂടി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഗുരുദേവാനുഗ്രഹം കൊണ്ട് ആർക്കും
കാര്യമായ പരുക്കുകൾ ഒന്നും ഉണ്ടായില്ല. തൃപ്പാദങ്ങളുടെ മുന്നറിയിപ്പ് കേൾക്കാതിരുന്നത് കൊണ്ട് വന്ന ആ ആപത്തിൽ കോൺട്രാക്ടർ വിഷാദപ്പെട്ടു നിൽക്കുകയായിരുന്നു. അത് കണ്ടിട്ട് ഗുരുദേവൻ അയാളെ സമാധാനിപ്പിച്ചു. അവതാരപരിഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം അത് ബലിക്കുകയില്ലല്ലോ. അവതരണം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.